ദൈവനാമത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിനും തിരുകുമാരനും എൻ്റെ അളവില്ലാത്ത സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് അപർണ. ഞാൻ വരുന്നത് പറൂരിൽ നിന്നാണ്. ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് അറിഞ്ഞിട്ടാണ്. 2024 ഫെബ്രുവരി 26 ഞാൻ ആദ്യമായി കൃപാസനത്തിലെത്തി ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് ഹയാറ്റിക് ഹെർണിയ എന്നുള്ളൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ ഫുഡ് കഴിക്കുമ്പോഴോ കഴിക്കാത്തപ്പോഴോ എനിക്ക് ചില സമയങ്ങളിൽ വളരെയധികം മൈഗ്രെയിൻ പോലെ തലവേദനയും ചെസ്റ്റിൽ പെയിനും ഒമിറ്റിങ്ങും ഫുഡ് പോയ്സൺ അടിച്ച പോലെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ ഇത് 2-3 ദിവസം കണ്ടിന്യൂ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ വളരെയധികം ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിയിരുന്നു. ഡ്യൂട്ടിയിലുള്ളപ്പോൾ എൻ്റെ ഒപ്പമുള്ളവർക്കും വീട്ടിലുള്ളപ്പോൾ പാരൻസിനും അതിൻ്റേതായ എനിക്ക് വരുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ അവർക്കും ആ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ 6 വർഷത്തോളം നീണ്ടു നിന്നിരുന്നൊരു ഹെൽത്ത് ഇഷ്യൂ തന്നെയായിരുന്നു ഇത്. എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഞാൻ നിരന്തരമായി ഉപയോഗിച്ചതിലൂടെ എനിക്ക് ഇതിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. എനിക്ക് ധ്യാനം കൂടുമ്പോഴെല്ലാം പറയുമായിരുന്നു ഉപവസിക്കുവാൻ, എല്ലാ ദിവസവും പറ്റുന്നത് പോലെ ഉപവസിക്കണമെന്ന്. എന്നാൽ ഈ ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ഉപവസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഉടമ്പടി വസ്തുക്കളുടെ നിരന്തരമായ ഉപയോഗം മൂലം എനിക്ക് പൂർണ്ണമായും സൗഖ്യം ലഭിച്ചു. ഇത് പരിശുദ്ധ ദൈവമാതാവിൽ നിന്നും ഈശോയിൽ നിന്നും ലഭിച്ച അനുഗ്രഹമായിട്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് പോലീസിലാണ്. ഞാൻ ഡ്യൂട്ടിയിൽ നിന്നും ഒരു ദിവസം ഇടപ്പള്ളിയിൽ വെച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ, അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ് ഇടപ്പള്ളി, അവിടെ വെച്ച് എൻ്റെ 2 വീലർ വാഹനത്തിൽ അപകടത്തിൽപ്പെട്ടു. അങ്ങനെ എൻ്റെ 2 വീലറിൻ്റെ ബാക്കിൽ മറ്റൊരു വാഹനം വന്ന് ഇടിക്കുകയും ഞാൻ അത്രയും തിരക്കുള്ള റോഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു. എന്നാൽ ദൈവകൃപയാൽ എൻ്റെ ദേഹത്തൊന്നും തന്നെ വാഹനം കയറിയില്ല. എന്നാൽ ഓടിക്കൂടിയ എല്ലാവരും കരുതിയത് എൻ്റെ തലയിലാണ് മറ്റൊരു വാഹനത്തിൻ്റെ വീല് കയറിയത് എന്ന് കരുതിയാണ് ഓടി വന്നത്. എന്നാൽ ജസ്റ്റിന് വീല് എൻ്റെ തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കുകയും ഞാൻ അതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. അത് പൂർണ്ണമായും മാതാവിൻ്റെയും ഈശോയുടെയും സംരക്ഷണമായി ഞാൻ കരുതുന്നു. അന്നേ ദിവസം എനിക്ക് ദൈവകൃപയാൽ 2 ജപമാല ചൊല്ലി തീർത്തുകൊണ്ടാണ് ഡ്യൂട്ടിയിൽ നിന്നും ഇറങ്ങാൻ സാധിച്ചത്. അതിൻ്റെ എല്ലാം സംരക്ഷണം എനിക്കുണ്ടായെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തിന് കുറച്ച് ഭാഗത്തിൻ്റെ രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടാതെ 35 വർഷത്തിന് മേലായി കിടക്കുകയായിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായി ഉടമ്പടി എടുത്ത് ആദ്യ ഉടമ്പടിയിൽ തന്നെ 90 ദിവസത്തിനകം ആ 35 വർഷത്തെ രജിസ്ട്രേഷൻ നടക്കാതിരുന്നത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കുടുംബത്തിന് നടന്നു കിട്ടി. ഇതിനും ദൈവമാതാവിനും തിരുകുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ സാലറിയിൽ നിന്നും 1% എല്ലാ മാസവും മാറ്റിവെക്കുകയും അത് കാരുണ്യ പ്രവർത്തികളായ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലോ മറ്റ് രോഗികൾക്കോ ഫുഡ് വാങ്ങിച്ചു കൊടുത്തൊക്കെയാണ് ഞാൻ ചെയ്തു പോകുന്നത്. പിന്നെ ജപമാല ചൊല്ലുവാനും, ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്, ജപമാല ചൊല്ലുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ ബൈബിൾ വായന, സാധാരണ ഞാൻ ബൈബിൾ വായിക്കുന്നത് സങ്കീർത്തനങ്ങളാണ് കൂടുതൽ വായിക്കുകയും തുറന്നു കിട്ടുന്ന വചനങ്ങൾ വായിക്കുകയുമാണ് ചെയ്തു പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ബൈബിൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്. പുതിയ നിയമം കംപ്ലീറ്റ് ചെയ്യുകയും ഇപ്പോൾ പഴയ നിയമം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കൂടാതെ ദൈവകൃപയാൽ എനിക്ക് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നേരിട്ട് ഒരു കുർബാനയിൽ പങ്കെടുക്കാൻ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് നേരിട്ട് കുർബാന സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ആത്മാവിൽ എനിക്കത് സ്വീകരിക്കാൻ കഴിയുന്നു. അതിനും ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ആത്മീയമായി എനിക്ക് കൂടുതൽ വളരാൻ സാധിച്ചത് ബൈബിൾ വായനയും അതുപോലെ തന്നെ ജപമാല ചൊല്ലുവാനും സാധിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പരിശുദ്ധ ദൈവമാതാവിനും തിരുകുമാരനും ഞാൻ എൻ്റെ അളവില്ലാത്ത സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് സാക്ഷ്യം നിർത്തുന്നു. ഇനിയും മുന്നോട്ടും പരിശുദ്ധ ദൈവമാതാവും തിരുകുമാരനും എൻ്റെ ഒപ്പം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്
അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വചനമാണ്. ദൈവത്തെ സ്നേഹിച്ച് അവിടുന്ന് നയിക്കുന്ന വഴിയിൽ നടക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, നല്ലതായാലും കഷ്ടതയായാലും നഷ്ടമായാലും വേദനയായാലും, ദൈവം നന്മയ്ക്കായി മാറ്റുന്നു. ഈശോയും അമ്മയെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഒന്നും വെറുതെയല്ല. അപർണ എന്ന മകളുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടത്. 6 വർഷമുണ്ടായിരുന്ന ഹയാറ്റിക് ഹെർണിയ എന്ന രോഗത്തിനുള്ള സൗഖ്യമാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പും ഉപയോഗിച്ച് ഈ മകൾ രോഗത്തിൽ നിന്ന് സൗഖ്യപ്പെട്ടത്. സമയചുരുക്കത്തിൻ്റെ അമ്മ 6 വർഷം നീണ്ടുനിന്ന് സഹിച്ച ബുദ്ധിമുട്ടുകളും കഷ്ടതകളുമാണ് ഉടമ്പടി എടുത്ത ഉടനെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു ചെല്ലുകയാണ്. ഈ മകൾക്ക് പെട്ടെന്നാണ് സൗഖ്യം നൽകിയത്. അതുപോലെ തന്നെയാണ് ഉടമ്പടി എടുത്ത ഓരോ മക്കൾക്കും കൂടെയാണ് ഈശോയും അമ്മയും സഞ്ചരിക്കുന്നത്. സഞ്ചാരി മാതാവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈ മകൾക്കുള്ള ഒരാസ്തിയായിരുന്നു അന്നത്തെ ദിവസം ജപിച്ച 2 ജപമാലകൾ. അത് ഡ്യൂട്ടിയുടെ ഇറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിയ 2 ജപമാല, ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന തൈലം, പ്രാർത്ഥന. ഈ മോൾ ആക്സിഡൻറ്റിൽ പെട്ടപ്പോഴും എല്ലാവരും പലതും വിചാരിച്ചു. പക്ഷെങ്കിൽ അവിടെയും ഈശോയും അമ്മയും തങ്ങളുടെ കരങ്ങളിൽ താങ്ങി നിർത്തിയതാണ് ഈ മകളെ. ഉടമ്പടി മക്കൾ എവിടെ പോയാലും കാശുരൂപവും അമ്മയുടെ സാന്നിധ്യവും എപ്പോഴും അവരുടെ കൂടെയാണ്. അതാണ് നമ്മൾ ഓരോ മക്കളുടെ ഷെയറിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. വീണാലും താങ്ങി നിർത്താൻ ഒരു കരമുണ്ട് നമ്മുടെ കൂടെ എപ്പോഴും. 35 വർഷം നീണ്ടു നിന്ന സ്ഥലത്തിൻ്റെ ആധാരമായിരുന്നു കിട്ടാതിരുന്ന ആധാരം 90 ദിവസത്തിനകം ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മ അത് നേടിക്കൊടുത്തത്. വീണ്ടും ഈ മകൾ ഉപയോഗിച്ചത് ആ സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി മക്കൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമ്മൾക്കൊരു ശക്തിയാണ്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറക്കും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല എന്ന് പറയുന്ന പോലെ കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് നമുക്കും ഉടമ്പടി ജീവിതം നയിക്കാം. ഉടമ്പടി ജീവിതം നമ്മെ ഈശോയിലും മാതാവിലും ശരണപ്പെട്ട് ജീവിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോയും അമ്മയും കനി നൽകിയ അപർണയ്ക്കും കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.